ഇത് മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ അല്ലേ? അതെ, 2022 മോഡലാണ്. ഇത് ഹ്യുണ്ടായിയുടെ i20 ന്യൂ മോഡൽ അല്ലേ? അതെ, 2021 മോഡലാണ്. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ അല്ലേ? ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ അല്ലേ? 2016 മോഡലാണ്. ഇത് മാരുതി സുസുക്കിയുടെ റിഡ്സ് അല്ലേ? ഡീറ്റെയിൽസ് ആണ് 2012 മോഡല്. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന മാരുതി ഓൾട്ടോ 800 അല്ലേ? 2015 മോഡല്. 2022 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് VX ഓപ്ഷണൽ വേരിയന്റ് ആണ് തന്നെ. ഇത് മാരുതി സുസുക്കിയുടെ ബലേന അല്ലേ? 2018 മോഡല്. ഇത് മാരുതി സുസുക്കിയുടെ വാഗനർ 2016 മോഡൽ. 2023 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കീശ കീറാതെ നല്ലൊരു യൂസ്ഡ് കാർ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. 1.5 ലക്ഷം രൂപ മുതലാണ് വാഹനങ്ങളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. ഒട്ടുമിക്ക എല്ലാത്തരം വാഹനങ്ങളും നിങ്ങൾ തിരയുന്ന എല്ലാ വാഹനങ്ങളും നിലവിൽ അവൈലബിൾ ആണ്. പല കമ്പനികളിലെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വാഹനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഡ് കാർ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. ബദൽ സുലേഖ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോറൂം ഉള്ളത്. അപ്പോൾ എന്തായാലും വരാൻ പറ്റുന്നവർ ഷോറൂമിലേക്ക് വരിക. കൂടുതൽ വിവരങ്ങൾ ആരും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് നേരെ ഈ മാസം സ്റ്റോക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക. ഇത് മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ അല്ലേ? അതെ, 2022 മോഡലാണ്. VX ഓപ്ഷനിലാണ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് 43,400 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്. അതെ, സ്ട്രിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഐസ്ട്രീം കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് 2 ഡോർ പവർ വിൻഡോ, 2 എയർ ബാഗ്, സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സെൻട്രലൊക്കെ ഞങ്ങൾക്ക് വരുന്നില്ലേ? സെൻട്രൽ ലോക്കും കാര്യങ്ങളും വരുന്നത് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,60,000. 60,000 രൂപ. 4,60,000 രൂപ ചോദിക്കുന്നത്. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ നമുക്കൊരു 85% വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. അവൈലബിൾ ആണല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതിന് വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്. 1 വർഷത്തെ വാറണ്ടി അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിന് വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. ഇത് ഹ്യുണ്ടായിയുടെ i20 ന്യൂ മോഡൽ അല്ലേ? അതെ, 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് 41,200 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. ഏതാ വേരിയന്റ്? വാഗനയാണ് വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ അല്ലേ? മിഡിൽ ഓപ്ഷൻ. എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് ABS, എയർ ബാഗ്, റിവേഴ്സ് ക്യാമറ, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഈ പറഞ്ഞ കിലോമീറ്റർ ജെനുവിൻ അല്ലേ? ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണല്ലേ? ഈ വാഹനത്തിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 6,30,000. 6,30,000. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്. 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിന് വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ അല്ലേ? അതെ, 2023 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് ആണ് തന്നെ. 45,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. പെട്രോൾ മാനുവൽ VX ആണ് വേരിയന്റ് തന്നെ. മിഡിൽ ഓപ്ഷൻ. എന്തൊക്കെ ഫീച്ചേഴ്സ്? എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലൈറ്റും വരുന്നുണ്ട്. ഫോഗ് ലാമ്പ്, മിറർ ഇൻഡിക്കേറ്റർ കണക്ക് വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ VX ൽ തന്നെ ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 6,80,000. 6,80,000. വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? വാറണ്ടി ഉണ്ട്. 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും ഉണ്ട്. അതായത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് സർട്ടിഫൈഡ് വണ്ടിയാണ്. വാഹനമാണ്. മാരുതി ഏത് സർവീസ് സെന്ററിൽ ഈ പറഞ്ഞ വാറണ്ടി സർവീസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതെ, മാക്സിമം ലോണും ഉണ്ട്. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ അല്ലേ? 2016 മോഡലാണ്. VX ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വണ്ടി കിടക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 28,500 കിലോമീറ്ററാണ് ഓടിയത്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. ABS, എയർ ബാഗ് കണക്ക് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,40,000. 3,40,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവില്ലേ? മാറ്റം. ലോൺ മാക്സിമം ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ റിഡ്സ് അല്ലേ? ഡീറ്റെയിൽസ് ആണ് 2012 മോഡല്. VX വേരിയന്റ് ആണ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് 64,500 കിലോമീറ്റർ ഓടിയാണ്. പെട്രോൾ മാനുവൽ. വേരിയന്റ് VX അല്ലേ? VX 4 ഡോർ പവർ വിൻഡോ, സെൻട്രലും കണക്ക് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. പേപ്പേഴ്സ് ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 2,65,000. 2,60,000 ചോദിക്കുന്ന പ്രൈസ്. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന മാരുതി ഓൾട്ടോ 800 അല്ലേ? 2015 മോഡല്. LX ആണ് വേരിയന്റ് തന്നെ. സെക്കൻഡ് ഓണർഷിപ്പ് 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കണക്ക് വരുന്നുണ്ട്. പേപ്പേഴ്സ് ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 2,30,000. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി ചെറിയൊരു EMI നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. 2022 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് VX ഓപ്ഷണൽ വേരിയന്റ് ആണ് തന്നെ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 51,700 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? 2 ഡോർ പവർ വിൻഡോ, 2 എയർ ബാഗ്, സിസ്റ്റം കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? പ്രൈസ് നമുക്കിപ്പോൾ വന്നിട്ടില്ല. പുതിയ സ്റ്റോക്ക് ആയിട്ട് വന്നേക്കണെയാണ്. പുതിയ സ്റ്റോക്കാണ്. പ്രൈസും കാണുന്നത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രൈസും കാണൊക്കെ ആവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു വാഹനത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. 6 മാസത്തെ വാറണ്ടി,
3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസും ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാനാണല്ലേ. ഇത് മാരുതി സുസുക്കിയുടെ വില തന്നെ അല്ലേ? 2018 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 44,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. വേരിയന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആൽഫ ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ആൽഫ എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ടോപ്പ് എൻഡിലുണ്ട്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 44,000. പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി ഉണ്ട്. നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിന് വാറന്റി ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,90,000. 5,90,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? അപ്പോൾ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. നിങ്ങൾ മാരുതിയുടെ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുകയാണെങ്കിൽ ഇതാ മാരുതി സെലേറിയോ അല്ലേ? സെലേറിയോ 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, 52,900 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക്. VX വേരിയന്റ് അല്ലേ? ഇതിനെന്തൊക്കെ ഫീച്ചേഴ്സ്? സെൻട്രൽ ലോക്ക്, 4 ഡോർ പവർ വിൻഡോ, സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,50,000 ചോദിക്കുന്നത്. ഒരു 50,000 രൂപയ്ക്ക് തന്നു ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഇത് മാരുതിയുടെ ഓൾട്ടോ 800. ഡീറ്റെയിൽസ്? 2019 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 43,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് സെൻട്രൽ ലോക്ക്, 2 ഡോർ പവർ വിൻഡോ, ABS എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ലാസ്റ്റ് ഫേസിൽ വരുന്ന വാഹനമായതുകൊണ്ട് അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3 ലക്ഷം. 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഇതിന് വാറന്റി ഉണ്ടോ? വാറന്റി ഉണ്ട്. 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമാണ്. ഒരുപാട് ചെക്ക് പോയിന്റ് പാസ്സായിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ. ഇത് മാരുതിയുടെ ഡിസയർ അല്ലേ? 2018 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 43,200 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ZXi വേരിയന്റ് ആണ് തന്നെ, ടോപ്പ് വേരിയന്റ് ആണ് തന്നെ. ടോപ്പ് എൻഡ് വേരിയന്റ് ആണല്ലേ? ഓക്കെ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടി അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,80,000 ചോദിക്കുന്ന പ്രൈസ്. ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. വാറന്റി ഉണ്ടോ? വാറന്റി ഉണ്ട്. 1 വർഷം 10,000 കിലോമീറ്റർ നമ്മൾ വാറന്റി പ്രൊവൈഡ് ചെയ്യും. വാറന്റി ഉണ്ട്. മാക്സിമം ലോണും കിട്ടുന്ന വാറന്റി ഒരു വാഹനമാണ്. ഇത് മാരുതി സുസുക്കിയുടെ സെലേറിയോ അല്ലേ? 2016 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, ZXi ഓട്ടോമാറ്റിക് ആണ് തന്നെ. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇതിൽ ZXi എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ZXi 4 ഡോർ പവർ വിൻഡോ, മിറർ കൺട്രോളിങ്, സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു നമ്മൾ. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ വാഗനർ 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 19,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. VXi ഓട്ടോമാറ്റിക് ആണ് തന്നെ. ഓട്ടോമാറ്റിക്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഓട്ടോമാറ്റിക് വാഹനമാണ് നോക്കുന്നത്. അതും വാഗനറിലാണെങ്കിൽ വളരെയധികം സന്തോഷമാണ് അല്ലേ? ഓക്കെ, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ VXi എന്താ ഫീച്ചേഴ്സ് വരുന്നത്? VXi നമുക്ക് നോക്കുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ കൺട്രോളിങ്, ബാക്ക് വൈപ്പർ, ഫോഗ് ലാംപ്സ്. അപ്പൊ ആ സമയത്ത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഓക്കെ, പേപ്പേഴ്സ് ക്ലിയർ ആണോ? ചോദിക്കുന്ന പ്രൈസ് എത്ര? 4 ലക്ഷം. 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ലോ കിലോമീറ്റർ ആയതുകൊണ്ടും ക്വാളിറ്റി ഉള്ള വണ്ടി ആയതുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റ് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ലോൺ ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കിയുടെ ബിഗ് വാഗനർ അല്ലേ? അതെ. 2023 മോഡല്, ZXi ആണ് വേരിയന്റ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്, 28,500 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. 1200 cc ആണോ? 1200 4 സിലിണ്ടർ വണ്ടി. ഇത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ എന്തൊക്കെയാണ് ZXi ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് 4 ഡോർ പവർ വിൻഡോ, മിറർ കൺട്രോളിങ്, സെൻട്രൽ ലോക്ക്, ബാക്ക് വൈപ്പർ, ABS എയർബാഗ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് എല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ സീറ്റ് കവർ അഡീഷണൽ ചെയ്യണം. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,70,000 ചോദിക്കുന്നത്. നമുക്ക് ലോൺ മാക്സിമം ചെയ്യാൻ പറ്റുമോ? മാക്സിമം ഫിനാൻസിന് അവൈലബിൾ ആണ്. ഇനി അറിയേണ്ടത് മെയിൻ ഹൈലൈറ്റ് ആണ് ഇവരുടെ വാറന്റി ഉണ്ടോ? വാറന്റി ഉണ്ട്. 1 വർഷത്തെ വാറന്റി, 3 ഫ്രീ സർവീസും ഉണ്ട്. അത് നമുക്ക് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമാണ്. ഒരു 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് ഇപ്പോൾ നിലവിലെ ഏറ്റവും നല്ലൊരു വാഹനം എന്ന് പറയുന്നത് മാരുതി എർട്ടിഗ ആണല്ലേ? ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2019 മോഡല്, ZXi പ്ലസ് ആണ് തന്നെ, ടോപ്പ് എൻഡ് ആണ് തന്നെ. സെക്കൻഡ് ഓണർഷിപ്പ്, 51,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ. ഓക്കെ, ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം A to Z ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ടാവും. ടയറും കണ്ടീഷൻ ടയർസ് അല്ല? ടയറും കാര്യങ്ങളെല്ലാം കണ്ടീഷൻ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോയ് വീൽ എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ടോപ്പ് എൻഡിലുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 8,85,000. 8,85,000. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഇവർ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തരും. നമുക്ക് വാറന്റി ഉണ്ടോ? വാറന്റി ഉണ്ട്. 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസും ഉണ്ട്. അത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും ചെയ്യാൻ പറ്റും. ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വണ്ടിയാണ്. മാരുതി സുസുക്കിയുടെ ഡിസയർ അല്ലേ? അതെ. 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 77,000 കിലോമീറ്റർ ഓടിയേക്കണയാണ്. ZXi പ്ലസ് ആണ് വേരിയന്റ് തന്നെ. ZXi പ്ലസ് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ. ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് സെൻട്രൽ ലോക്ക്, പുഷ് ബട്ടൺ, 4 ഡോർ പവർ വിൻഡോ, മിറർ ഫോൾഡിങ്, എല്ലാ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല അലോവിങ് കാര്യങ്ങളെല്ലാം
അതിൽ വരുന്ന ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ്. പേപ്പേഴ്സ് ക്ലിയർ ആണോ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അതിന് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ടില്ല, നമുക്ക് പുതിയ സ്റ്റോക്ക് ആയിട്ട് വന്നേക്കണതാണ്. പുതിയ സ്റ്റോക്ക് കയറിയിട്ടുള്ളൂ അല്ലേ? ആ പ്രൈസും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ടൈപ്പ് 2 അല്ലേ? അതെ, 2011 മോഡലാണ് തന്നെ. സെക്കൻഡ് ഓണർഷിപ്പ് 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏതാ വേരിയൻ്റ്? വേരിയന്റ് VXI വേരിയൻ്റ് ആണല്ലേ? ഓക്കെ, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇതിന്റെ പ്രൈസ് എത്ര ചോദിക്കും? പ്രൈസ് വന്നിട്ടില്ല, ഇത് നമുക്ക് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുള്ളതാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ റിഡ്സ് അല്ലേ? ഡീറ്റെയിൽസ് 2012 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 64,000 കിലോമീറ്റർ ഓടിയാണ്. 64,000. വേരിയന്റ് ഏതാ? VXI വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ. ഓക്കെ, ഇതിൽ സെൻട്രലൊക്കെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് ഇപ്പോൾ ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,30,000. 3,30,000. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനങ്ങൾ എന്നാണ് ഗ്രാൻഡ് വിത്താര അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് 2023 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 30,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ആൽഫ വേരിയന്റ്, ടോപ്പ് വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആൽഫ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഫീച്ചേഴ്സ് വരുന്നത്? നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക്, 4 ഡോർ പവർ വിൻഡോ, റിവേഴ്സ് ക്യാമറ, 360 ക്യാമറസ് ആണ് വരുന്നത്. 360 ക്യാമറ വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. A to Z എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു പ്രീമിയം കാറ്റഗറി വാഹനമാണ് മറ്റേ ഗ്രാൻഡ് വിത്താര അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? 14 ലക്ഷം രൂപ. 14 ലക്ഷം. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? മാക്സിമം ചെയ്യാൻ പറ്റും. ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി ഉണ്ട്, 1 വർഷത്തെ വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് മാരുതി ട്രൂ വാല്യൂ സർട്ടിഫിക്കറ്റ് വാഹനമാണ്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. നിങ്ങളൊരു SUV സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ റെനോൾട്ടിന്റെ ടൈഗർ നമ്മുടെ അടുത്തുണ്ട് അല്ലേ? ഡീറ്റെയിൽസ് എങ്ങനെ? 2023 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 33,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. RX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, അലോ വീൽസ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ആണ് എല്ലാം വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 7,50,000 രൂപ. ലോൺ ചെയ്യുമ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റും. നിങ്ങളൊരു യൂസ്ഡ് SUV സെഗ്മെന്റ് വാഹനമാണ് നോക്കുന്നതെങ്കിൽ മാരുതി ബ്രസ് നമ്മുടെ അടുത്തുണ്ടല്ലേ? ഡീറ്റെയിൽസ് എങ്ങനെ? 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 16,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഏത് വേരിയന്റ്? VXI വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ അല്ലേ? ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ മാനുവൽ. അതെ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് 4 ഡോർ പവർ വിൻഡോ, മിറർ കൺട്രോളിംഗ്, സെൻട്രൽ ലോക്ക്, ABS എയർബാഗ് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് VXI തന്നെ ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 8,70,000. 8,70,000. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഇത് ഹോണ്ട അമേസ് അല്ലേ? ഡീറ്റെയിൽസ് 2019 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 49,000 കിലോമീറ്റർ ഓടിയാണ്. പെട്രോൾ മാനുവൽ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. വേരിയന്റ് ഏതാ? S വേരിയന്റ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, ABS എയർബാഗ്, സെൻട്രൽ ലോക്ക് അയാളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഉണ്ട്, കണ്ടീഷൻ ടയർസ് ഉണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് അഡീഷണൽ ഇതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,30,000 രൂപ. മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണല്ലേ? ഓക്കെ. വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്, 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിന് വാറണ്ടി കൊടുക്കും. വാറണ്ടി ഉണ്ട്. അതർ ബ്രാൻഡ് വാഹനമായിട്ട് പോലും നമുക്ക് ഇതിന് വാറണ്ടി കിട്ടുന്നുണ്ട്. നല്ല വാഹനമായതുകൊണ്ടാണ്. ഇത് മാരുതി സുസുക്കിയുടെ സെലേറിയോ അല്ലേ? ഡീറ്റെയിൽസ് ആണ് തന്നെ. 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 64,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. 64,000. വേരിയന്റ് ഏതാ? ZXi ആണല്ലേ? ടോപ്പ് വേരിയന്റ്. പെട്രോൾ മാനുവൽ. ഓക്കെ. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ അല്ലേ? അവൈലബിൾ ആണ്. ZXi എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ZXi 4 ഡോർ പവർ വിൻഡോ, ABS, 2 എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ടല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. അത് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? വാറണ്ടി ഉണ്ട്, 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വാറണ്ടി സർവീസും കിട്ടുന്നത്. അത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,60,000. 4,60,000. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കണ്ടേ? ഡൗൺ പേയ്മെന്റ് ഒരു 60,000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 4 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഇത് Hyundai കമ്പനിയുടെ i20 ആക്റ്റീവ് അല്ലേ? ഡീറ്റെയിൽസ് 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 53,600 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ. ഓക്കെ. അതിലെന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? 4 ഡോർ പവർ വിൻഡോ, ഒരു എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, അലോ വീൽസ്, റിവേഴ്സ് ക്യാമറ, പിന്നെ സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഉള്ളും പുറമൊക്കെ. പേപ്പേഴ്സ് ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,30,000. 4,30,000. ലോണും ചെയ്യാൻ പറ്റും. മാക്സിമം ചെയ്യാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ അല്ലേ? ഡീറ്റെയിൽസ് ആണ്. 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 53,000 കിലോമീറ്റർ ഓടിയാണ്. ഏത് വേരിയന്റ് ഏതാ? VXI വേരിയന്റ്. പെട്രോൾ മാനുവൽ. VXI എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? സെൻട്രൽ ലോക്ക്, 4 ഡോർ പവർ വിൻഡോ,
ABS എയർ ബാഗ് എയർ ബാഗ് എല്ലാം വരും. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നത് തന്നെയാണല്ലേ. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി കൊടുക്കാൻ പറ്റും. വാറന്റി എത്ര വരുന്നത്? 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ്. അതായത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് ആണല്ലേ. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഈ പറഞ്ഞ വാറന്റിയും സർവീസും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. ഇനി അറിയേണ്ട ചോദിക്കുന്ന പ്രൈസ് ആണ് 6,40,000. 640. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ എവിടെ വരുന്നത്? പെരുമ്പാവൂര്. ഓക്കെ.